ഗൈസ്, ഇത് നമ്മളൊരു ചാലഞ്ചും കൊണ്ടാണ് വന്നിരിക്കുന്നത്. സോ ചാലഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സൈഡ് നമ്മൾ ഗോൾഡ് പീൽ ഓഫ് മാസ്കും ഒരു സൈഡ് നമ്മൾ ആക്ടിവേറ്റ് ചാർക്കോൾ മാസ്കുമാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്, ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് രണ്ട് സൈഡും രണ്ടും അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഏതാ ബെറ്റർ? അപ്പോൾ യൂഷ്വലി ഗോൾഡ് പീൽ ഓഫ് മാസ്ക് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനോ അതിനൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഷൈനൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോക്കാം നമുക്കത് എത്രത്തോളം ഇതാകുന്നത്. അതുപോലെ ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് പറയുന്നത് നമ്മുടെ മുഖത്തെ ഡർട്ടും പിന്നെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ രണ്ടും പീൽ ഓഫ് മാസ്ക് ആണ്, രണ്ടിൻ്റെയും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകും. പക്ഷേ ചാർക്കോളിൽ കുറച്ചും കൂടി ഡേർട്ടൊക്കെ പോകുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ബെറ്റർ, നമുക്ക് യൂസ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചാർക്കോളാണ് ഇടാൻ പോകുന്നത്. ഡ്രൈ ആവുന്നവരെ അങ്ങനെ രണ്ട് സൈഡും ഇട്ടിട്ടുണ്ട്. ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. ഇതാണ് എഫക്റ്റ്, നോക്കാം. ഇതാണ് ഹെയർ. ഇതിൽ തട്ടിയാൽ പിന്നെ പൊട്ടിപ്പോകും. ചിരിക്കാനൊന്നും പാടില്ല, സ്കിൻ ചുടങ്ങി പോകും. സോ നമുക്ക് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ഒരുവിധം ഫസ്റ്റ് ഇട്ടതുകൊണ്ട് ഉണങ്ങിയിട്ടുണ്ട്. വായന്ന് ഇളക്കാൻ രണ്ട് സൈഡും മേടിക്കണം. ഈ സൈഡും ഉണങ്ങിയിട്ടുണ്ട്, എന്നാലും ഒരു ചെറിയ ഒട്ടുണ്ട്. സോ നമുക്ക് ഉണങ്ങിയിട്ടുണ്ട്, എന്നാലും ഇവിടെ ചെറുതായിട്ട് കണ്ടുപോയി ഗൈസ്. സോ നമുക്കിപ്പം അറിയാമെന്ന് എനിക്ക് തോന്നുന്നത്, ഈ മൂക്കിൻ്റെ അവിടെ തൊടുമ്പോൾ ചാർക്കോളിൻ്റെയാണ് പിന്നെയും സോഫ്റ്റായി തോന്നുന്നത്. ഇവിടെ കുറച്ചും കൂടി ആവാനുണ്ട്. ഇവിടെയും ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്, എന്നാലും ഇത് ചാർക്കോൾ എനിക്ക് ബെറ്ററായി തോന്നുന്നു. ഇതിലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ഈ സൈഡ്. നല്ല സോഫ്റ്റും, ഞാൻ പറഞ്ഞ പോലെ ചാർക്കോളിൻ്റെ യൂസ് പറയുന്നത് നമ്മളുടെ ഡേർട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഫങ്ഷൻ വെയർ ആണെങ്കിൽ ഒരു ഗ്ലോ ഒക്കെ വേണമെങ്കിൽ ഗോൾഡ് പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യാം. മൂക്കിൽ മൂക്കുത്തിയിലായി ഇത് മാറ്റിയെടുക്കാൻ ടൈം എടുക്കും. അങ്ങനെ ഇതാണ് റിസൾട്ട്. ട്രൈ ചെയ്ത് നോക്കാം. ബൈ.